എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷു റിലീസായി എത്തിയ മലയാള ചിത്രങ്ങളിൽ 3 സിനിമകളും അതിന്റെ ആദ്യ ഷോയും രണ്ടാം ഷോയും പ്രദർശിപ്പിച്ചതിനു ശേഷം ഏത് സിനിമക്കാണ് ഇപ്പോൾ മികച്ച അഭിപ്രായം ലഭിച്ചിരിക്കുന്നത്, ഏത് സിനിമക്കാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ മികച്ച ബുക്കിംഗ് കാണാൻ സാധിക്കുന്നത്, ഏത് സിനിമക്കാണ് ഇപ്പോൾ കളക്ഷൻ അധികമായി വന്നിരിക്കുന്നത്, മരണമാസിനാണോ അതോ ആലപ്പുഴ ജിങ്കാനക്കാണോ അതോ ബസൂക്കക്കാണോ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വിഷു റിലീസായിട്ട് ഇന്ന് ഏപ്രിൽ 10-ന് 3 പ്രധാനപ്പെട്ട മലയാള സിനിമകളാണ് പുറത്തു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂക്കയുടെ ബസൂക്കയും ഖാലിദ് റഹ്മാൻ നസ്ലിൻ കോംബോയിലെത്തിയ ആലപ്പുഴ ജിങ്കാന, അതോടൊപ്പം ബേസിൽ ജോസഫ് ചിത്രം മരണമാസ്. വിഷു റിലീസായി എത്തിയ 3 മലയാള ചിത്രങ്ങളും ഗംഭീര അഭിപ്രായമാണ് ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ ആദ്യ 2 ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ വൈകുന്നേരം 7 മണിക്ക് ശേഷമുള്ള ഓരോ ചിത്രത്തിന്റെയും ബുക്കിംഗ് സ്റ്റാറ്റസ് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ബസൂക്ക എന്ന സിനിമ നിലവിൽ ഇപ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോയിരിക്കുന്നത് ടിക്കറ്റുകളുടെ എണ്ണം 5300-ൽ പരം ടിക്കറ്റുകളാണ്. ഈ ഒരു രംഗത്ത് ബസൂക്ക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ബുക്ക് മൈ ഷോയിൽ. രണ്ടാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിങ്കാനയാണ്. അവസാന മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത് 4700-ൽ പരം ടിക്കറ്റുകളാണ്. മരണമാസമാകട്ടെ മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അവസാന മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 2500-ൽ പരം ടിക്കറ്റുകളാണ് മരണമാസിൻ്റെതായി വിറ്റുപോയിരിക്കുന്നത്. ഇനി ബുക്ക് മൈ ഷോയിലൂടെ ഈ 3 ചിത്രങ്ങളുടെയും എറണാകുളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ, കൊച്ചിയിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ അവിടെയും മുമ്പിൽ നിൽക്കുന്നത് ബസൂക്ക തന്നെയാണ്. ഇനി ഏകദേശം 7 മണിക്ക് ശേഷം കളിക്കാനുള്ളത് 39 ഷോകളാണ്. അതിൽ 36 ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ടാണ്. അതിൽ 5 ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിങ്കാനയാണ്. നിലവിൽ 38 ഷോകളാണ് 7 മണിക്ക് ശേഷം ഈ ഒരു ചിത്രം കളിക്കാനുള്ളത് കൊച്ചിയിൽ മാത്രം. അതിൽ ഇപ്പോൾ തന്നെ 34 ഷോയും റെഡ് അലേർട്ടും 9 ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിയിട്ടുണ്ട്. ബേസിൽ ജോസഫ് ചിത്രം മരണമാസും ഇതിൽ ഒട്ടും പിന്നിൽ തന്നെയല്ല. കൊച്ചിയിൽ നഗരത്തിൽ മാത്രം 7 മണിക്ക് ശേഷം 31 ഷോയാണ് മരണമാസ് കളിക്കാനുള്ളത്. അതിൽ 27 ഷോയും റെഡ് അലേർട്ട് ആണ്. ഒരു ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടിയ ഷോയുമുണ്ട്. ഇനി ഈ 3 ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകാം. ആദ്യം ആലപ്പുഴ ജിങ്കാനിലേക്ക് വരുമ്പോൾ 475 ഷോകളാണ് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ആലപ്പുഴ ജിങ്കാനയുടെ ഭാഗത്തുനിന്നും ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം 77,000-ൽ പരം പ്രേക്ഷകരെയാണ്. ഓരോ തിയേറ്ററിലെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി ഓരോ ഷോയുടെയും 70% മുകളിലാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 114 ഓൾമോസ്റ്റ് ഫീൽ ഷോകളും 244 ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും ചിത്രത്തിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു. നിലവിൽ ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷൻ 1,25,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബേസിൽ ജോസഫ് ചിത്രം മരണമാസിലേക്ക് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 402 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 22,000-ൽ പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 25%. മരണമാസിന്റെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് 35 ലക്ഷത്തിന് മുകളിലാണ്. ഇനി നമ്മളെല്ലാം ആവേശത്തോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ബസൂക്കയിലേക്ക് വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 603 ഷോകളാണ് ഇതുവരെ ബസൂക്കയുടെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 89,000-ൽ പരം പ്രേക്ഷകരെ ഓഡിയൻസായി ട്രാക്ക് ചെയ്യുമ്പോൾ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 50%-ന് മുകളിലാണ്. നിലവിൽ 80-ൽ പരം ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 150-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷൻ 1,50,00,000 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ നിന്നും വ്യക്തമാണ് വിഷു റിലീസായി എത്തിയ സിനിമകളിൽ ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ ബസൂക്കയുടെ ഭരണം തന്നെയാണ്. എന്നാലും ആദ്യ അഭിപ്രായങ്ങളിൽ 3 ചിത്രവും മികച്ച അഭിപ്രായമാണ് ബോക്സ് ഓഫീസിലും പ്രേക്ഷകർക്കിടയിലും നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമക്കും മികച്ച ബുക്കിംഗ് തന്നെയാണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിഷു ആര് തൂക്കും? മമ്മൂക്കയുടെ ബസൂക്കയാണോ, ബേസിൽ ജോസഫിന്റെ മരണമാസാണോ, അതുമല്ലെങ്കിൽ നസ്ലിന്റെ ആലപ്പുഴ ജിങ്കാനയാണോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.